രമേശ് ചെന്നിത്തലയെ NS ആസ്ഥാനത്തിൽ ക്ഷണിച്ചു എന്നുള്ളതല്ലേ? അല്ലെ, NSSും നേതൃത്വവും രമേശ് ഒരു അണ്ണനും തമ്പിയാണ്. അണ്ണനും തമ്പിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും അല്ലെങ്കിൽ സ്നേഹമോ അതിൽ പിണക്കമോ ഇണക്കമോ ഉണ്ടായെങ്കിൽ അത് തീർന്നുവെങ്കിൽ നല്ലതല്ലേ? ഒരിക്കലും രമേശനും NSസും നേതൃത്വമായിട്ട് പിണങ്ങാൻ പാടില്ല. ഇപ്പോൾ പിണക്കമുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ പോലും അറിയുന്നത്. പക്ഷേ 11 കൊല്ലമായിട്ട് അദ്ദേഹത്തെ വിളിക്കുന്നില്ല NS ആസ്ഥാനത്തേക്ക് എങ്കിൽ പോലും അതിൻ്റെ പേരിൽ ഒരു അപശബ്ദമോ അതിൻ്റെ പേരിൽ പരിഭവമോ പരാതിയോ ഒന്നും രമേശ് പറഞ്ഞതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. അത് വളരെ അച്ചടക്കത്തോടും വിനയത്തോടും കൂടി അതെല്ലാം സഹിച്ച് സ്വയം സാക്രിഫൈസ് ചെയ്ത് അതിന് നേരിട്ടു. കാലം കഴിഞ്ഞപ്പോൾ നേതൃത്വത്തിൽ തോന്നി തെറ്റായിപ്പോയി, രമേശനോട് ചെയ്ത വിളിക്കാതിരുന്ന് തെറ്റായിപ്പോയെന്ന് തോന്നിയുകൊണ്ടാണല്ലോ ഇപ്പോൾ ശരിയിലേക്ക് പോയത്. അങ്ങനെ ശരിയുടെ പാതയിലൂടെ സഞ്ചരിച്ച് NS നേതൃത്വം ഇപ്പോൾ 11 കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചുവെങ്കിൽ അത് നല്ല കാര്യമാണ്. ഒരിക്കലും NS നേതൃത്വവും രമേശനും തമ്മിൽ തെറ്റിപ്പോകാൻ പാടില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവർ അണ്ണനും തമ്പിയാണ്. എന്നും അണ്ണനും തമ്പിയുമായിട്ടും അവർ വളരട്ടെ, ഉയരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് സതീശൻ്റെ കയ്യിരിപ്പിൻ്റെ കൊണ്ടാണ്. സതീശൻ ഒരു അഹങ്കാരത്തിൻ്റെ ആൾരൂപമല്ലേ? ഇതിനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ KPCC പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ആ മൈക്ക് മേടിച്ചിട്ട് സ്റ്റേജിൽ വെച്ച് തന്നെ ഞാൻ എതിര് പറയണമെന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്. എനിക്ക് വയസ്സ് 10-82 ഇതിനുള്ള ഒരുപാട് KPCC പ്രസിഡന്റുമാരൊക്കെ ഉണ്ട്, പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇത്തരം തറപറ പറയുന്ന നിലവാരമില്ലാത്ത പരോക്ഷമായിട്ട് ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ഞാൻ കണ്ടിട്ടില്ല. അത് ആരും KPCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹം ഇതിനകത്ത് നിന്ന് എന്തുമാത്രം വേദന അനുഭവിക്കുന്നു എനിക്കറിയാം. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ക്രൂരമായ സമീപനങ്ങളും അദ്ദേഹത്തെ കൊച്ചാക്കിക്കൊണ്ടുള്ള പറച്ചിലുകളെല്ലാം അയാളുടെ പ്രായം കൊണ്ടും പക്വത കൊണ്ടും വളരെ ക്ഷമിക്കുന്നു. അദ്ദേഹത്തിന് വിനയം കൊണ്ട് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് വളരെ വേദനയും പ്രയാസമുണ്ട്. ഈ KPCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവല്ലേ, ഞാനാണ് രാജാവും രാജ്യവും എല്ലാം എന്നുള്ള ഭാവത്തിലല്ലേ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്? KPCC പ്രസിഡന്റിൻ്റെ മൂലയിലെത്തിക്കൊണ്ടല്ലേ, ഒതുക്കിക്കൊണ്ടല്ലേ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയത്? അത് അങ്ങനെ പോകുന്നതെന്ന് ഒരിക്കലും KPCC പ്രസിഡന്റിന് സമ്മതിക്കാനൊക്കെ അല്ല, അത് സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം ആ സത്യം. താങ്കൾ VD സതീശനെ പറവൂരിൽ തോൽപ്പിക്കണമെന്ന് പരസ്യമായി പറഞ്ഞു, പക്ഷേ നേരെ തിരിച്ചാണ് ജനങ്ങൾ ചെയ്തത്. എന്നാൽ ഇന്നലെ SNDPയുടെ മുൻ പ്രസിഡന്റായ വിദ്യാസാഗർ, ആ പുള്ളിക്ക് ഞാൻ അദ്ദേഹം തോൽപ്പിക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അതാണ് വിദ്യാസാഗർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം. ആ സമൂഹത്തിൽ സമുദായത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു ഉച്ചിഷ്ടമാണ് അദ്ദേഹത്തിന്. ഇങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ ആ തിരിച്ച് പറയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു 5-ാം പത്തി പ്രവർത്തനം നടത്തുന്ന ഒരു കുഴികാരിയെ കുട്ടിയാണ് വിദ്യാസാഗർ. അദ്ദേഹം ഇങ്ങനെ SNDPക്ക് നശിപ്പിക്കാനും സമുദായത്തെ നശിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നു. സ്വന്തം നന്നാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞങ്ങൾ നന്നാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും നന്നാകല. എന്ത് ചെയ്യാനൊക്കും? വിമർശിക്കാൻ മാത്രമോ? എനിക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോടാലിയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരാളാണ് വിദ്യാസാഗർ. അദ്ദേഹം നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് പറഞ്ഞിട്ടില്ല. കഥ ഉണ്ടാക്കുകയല്ലേ ഓരോന്നും. താങ്കൾ പ്രതിപക്ഷ നേതാവിനോട് രൂക്ഷ വിമർശനം ഉന്നയിച്ചത് പിന്നാലെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ താങ്കൾക്ക് സമുദായ നേതാക്കൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ വിമർശിക്കാൻ അധികാരമുണ്ട്, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തുമെന്നാണ് പറഞ്ഞത്. അത് നല്ല പഴയ നിലപാടിൽ സതീശൻ മാറി. അത് നല്ല സ്വഭാവമാറ്റം വളരെ നന്നാകുന്ന ലക്ഷണം കാണുന്നുണ്ട്. കാരണം സ്വയം തെറ്റുകൾ അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങി. അതാരും പറഞ്ഞു മനസ്സിലാക്കാൻ എല്ലാവരും തോന്നുന്നു. പറഞ്ഞാൽ അവൻ്റെ പണി പോക്കാണെന്ന് കണക്കാക്കിക്കൊണ്ട് ആരും പറഞ്ഞില്ല. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഒരു പണി ആരും തരാൻ വേണ്ട, എൻ്റെ പണി പോക്കുകയും വേണ്ട. എനിക്ക് പാർലമെന്ററി മോഹമുള്ള ആളുമല്ല. സദസ്സിന് വെളിയിൽ നിൽക്കുന്നവർ ദയവായി ഹാളിലേക്ക് അവിടെ നിർത്താമോ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് നന്നാവുക നന്നാകട്ടെ. ഇപ്പോൾ പറയാനും പണ്ടാണെങ്കിൽ പറയുന്ന ഭാഷ അങ്ങനെ ആയിരുന്നില്ല.
ഇപ്പോൾ എനിക്കറിയാലോ, ഞാൻ ഈ പ്രസ്താവന നടത്തിയ സമയത്ത് നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ചോദിക്കാനോ നിങ്ങൾ പറയാനോ വേണ്ടി ഞാൻ മീഡിയയുടെ മുമ്പിൽ വന്നില്ല. മീഡിയ എൻ്റെ വന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരങ്ങളാണ്. അത് കേട്ടിട്ട് എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ എന്നെ അഭിനന്ദിച്ചുകൊണ്ടും പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് പറഞ്ഞ് മെസ്സേജ് തരികയും പണ്ട് ഇദ്ദേഹം പറഞ്ഞ സമുദായത്തെപ്പറ്റി പറഞ്ഞ അത് ക്ലിപ്പുകൾ എനിക്ക് അയച്ചു തന്നു. അതായത് ഒരു സമുദായത്തിൻ്റെ മതത്തിൻ്റെ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകത്തില്ലെന്നും ഒക്കെ പറയും, അവിടെയെല്ലാം താക്കോലുണ്ട്, പെട്ടി അവരുടെ കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സമുദായ നേതാക്കന്മാരെല്ലാം അദ്ദേഹം പുച്ഛിച്ച് പറഞ്ഞ് അത് കാണിക്കുകയും, എന്നാൽ ഇപ്പോൾ എല്ലാ സമുദായ നേതാക്കന്മാർക്കും വീട്ടിലും അവിടെയെല്ലാം പോകുന്നില്ലേ. അപ്പോൾ അഭിപ്രായം ഇരുമ്പലൊക്കെ അല്ലെന്ന് പറഞ്ഞ് സി വി കുഞ്ഞിരാമനെ നമുക്ക് അഭിനന്ദിക്കാം. ഈ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പൊതുവികാരമാണ് താങ്കൾ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആണല്ലോ. കോൺഗ്രസ്സിൽ എത്രയോ ആളുകൾ സഹിക്കുന്നു ഇദ്ദേഹത്തെ. കാരണം ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിലും കോൺഗ്രസ്സിൽ ഒരു അച്ചടക്കം ഉണ്ടെന്ന് കണക്കാക്കിക്കൊണ്ട് സഹിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. ആ സഹിച്ച് അവർ നെല്ലിപ്പലക വരെയായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ മീഡിയകൾ എന്തൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒത്തുപറയല്ല, ഉള്ളത് പറയും. അങ്ങനെ ഉള്ളത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു സത്യമാണെന്ന് തോന്നിയതുകൊണ്ടാണല്ലോ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു വേലി പോലെ എൻ്റെ മുമ്പിൽ നിരന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്നും ഞാൻ കുറേയെല്ലാം നേരാണ് പറയണമെന്നും നേരെ പറയുന്ന ഒരാളാണ് ഞാനെന്നും നിങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടും അത് ഇവിടുത്തെ ജനങ്ങളും എൻ്റെ സംസാരം കേൾക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ കാണാനും പറയാനും വന്നത്. വളരെ സന്തോഷമുണ്ട്. KPC പ്രസിഡന്റ് മാറേണ്ടതുണ്ടോ? എൻ ഡി എയിൽ പ്രാധാന്യം കുറഞ്ഞില്ലെന്ന് വെച്ചാൽ എൻ ഡി എയിൽ പ്രാധാന്യം കുറഞ്ഞില്ലെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഈ ബി ഡി ജെ എസിന് എൻ ഡി എയിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് അവരോട് ചോദിച്ചാൽ ഒരു ശരിയായ ഒരു ഉത്തരം അവർക്ക് തരാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതൊന്നും പറയാൻ ഞാൻ പ്രാപ്തനല്ല. ഞാൻ അതുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഞാൻ ഇടാറില്ല. ഒരു കാര്യമുണ്ട്, എൻ ഡി എയിൽ ചേർന്ന ബി ഡി ജെ എസിനെയും വേണ്ടത്ര പരിഗണനയോ പരിരക്ഷയോ BJP കൊടുത്തിട്ടില്ല എന്നുള്ളത് നേരാണ്. 2026 ഈ രമേശ് ചെന്നിത്തലയ്ക്കാണ് മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞതിലൂടെ കോൺഗ്രസ് അധികാരത്തിലെത്തും എന്ന് താങ്കൾ പറഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് പച്ചക്കള്ളല്ലേ. കോൺഗ്രസ് ഒരു കാരണവശാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഞാൻ കേട്ടു. ഞാനങ്ങനെ പറഞ്ഞതായിട്ട് പുള്ളി വ്യാഖ്യാനിച്ച് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് സന്തോഷം. ഒരിക്കലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പച്ചക്കള്ളമാണ്. മാത്രമല്ല അടുത്ത പ്രാവശ്യം കോൺഗ്രസ് വരും എന്നല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ കോൺഗ്രസ് സാധ്യതയുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല കൊള്ളാമെന്ന് പറഞ്ഞതല്ലാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കോൺഗ്രസ് വരണം നിങ്ങൾ തന്നെ ആലോചിച്ചു. കോൺഗ്രസ് 5 പേര് മുഖ്യമന്ത്രിയാകാൻ നടപ്പുണ്ട് കോൺഗ്രസിനകത്ത് തന്നെ. അപ്പോൾ ഈ 5 ആൾ 5ആയിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ LDFന്റെ ഗുണം കൊണ്ടല്ല, LDFന്റെ ഭരണം ഇന്ന് നിലനിൽക്കുന്നത് തന്നെ ഇവരുടെ ബലഹീനത കൊണ്ടാണ്. UDFന്റെ ബലഹീനതയാണ് LDFന്റെ ഐശ്വര്യം. അപ്പോൾ എന്തുകൊണ്ടും ഇവർ ബലഹീനമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരത്തിന് വന്നാൽ ഒരു ത്രികോണ മത്സരമാണ് ഇതിനുണ്ടാകാൻ പോണത്. NDAയും UDF LDFും ഇങ്ങനെ വരുമ്പോൾ NDA ഇവിടെ വളർന്നിട്ടുണ്ട്. ഈ ത്രികോണ മത്സരത്തിൽ ആർക്കാണ് നഷ്ടം വരുന്നത്? NDA നല്ല വോട്ട് NDA പിടിച്ചുകൊണ്ട് പോകും കോൺഗ്രസ്സുകാരുടേത്. അപ്പോൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും LDF തന്നെ ഭരണത്തിൽ വരും എന്നാണ് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നത്. ആർക്ക് BDJസിനെ ഞാൻ പറയത്തില്ല. MLA ആകാനോ MP ആകാനോ മന്ത്രിയാക്കാനോ ഒന്നും ഞാൻ ഒരു നിവേദനവും ഒന്നും പറയുക അങ്ങനൊരു പാർലമെന്ററി മോഹമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു നിവേദനമായിട്ട് ആർക്കും പോകില്ല. അവർ വളർന്നുണ്ട്. BJP വളർന്നുകൊണ്ടിരിക്കില്ല. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ? അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇനിയേക്കാൾ കൂടുതൽ മെച്ചമായി വരുമ്പോൾ അതിൻ്റെ നഷ്ടക്കാർക്കാണ്. ആ വോട്ടുകൾ മുഴുവൻ പോകുന്നത് UDFൽ നിന്നാണ് വോട്ട് പോകുന്നത്. അത് കോൺഗ്രസ്സിന് ഏറ്റവും തകർച്ച വരും. അത് LDFന് ഗുണം ചെയ്യും. LDF ചെറിയൊരു ശതമാനം പോകുന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ വോട്ട് പോകുന്നത് കോൺഗ്രസിൽ നിന്നാണ്. LDFന്റെ മെച്ചം കൊണ്ടായിരിക്കില്ല അവർ
മുന്നോട്ട് അല്ല, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാമല്ലോ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അടുത്തുള്ള മെച്ചമല്ല എന്ന് അതിനകത്തുള്ളത് തന്നെ ഇപ്പോൾ ചർച്ച ചെയ്ത് അതിരുത്താൻ നിർദ്ദേശം നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ സത്യമല്ലേ പറയേണ്ടത്? ഒന്നാമത്തോളം മെച്ചമല്ല രണ്ടാമത്തത്. കുറേ മന്ത്രിമാർ പുതുതായിട്ട് വന്ന പലരും പ്രതീക്ഷിച്ച പെർഫോമൻസ് അവരിൽ നിന്ന് കാണുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് താഴേക്ക് പോയോ? മുഖ്യമന്ത്രിയല്ല, ഭരണത്തിൻ്റെ ഗ്രാഫ് താഴോട്ട് പോയി. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് താഴോട്ട് പോയിട്ടില്ല, ഭരണത്തിൻ്റെ ഗ്രാഫ് താഴോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ആണെങ്കിൽ LDFന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ NDA ആണ്. NDA വളരുമ്പോൾ LDF അധികാരത്തിൽ വരും. പിന്നെ സ്വാഭാവികമുണ്ട്, NDA വളരുമ്പോൾ ആരാണ് തളരുന്നവരാണ്? ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ് തകരുന്നത്. ഈ കോൺഗ്രസിനകത്ത് ഈ KPC പ്രസിഡന്റിനെ മാറ്റാനുള്ള ചില നീക്കങ്ങളൊക്കെ നടക്കുന്നത്. SNDPയുടെ ഒരു നിലപാടുണ്ടാക്കാൻ അത് അവരുടെ പാർട്ടിക്കാരിയല്ലേ, അവരുടെ പാർട്ടിക്കാരും അവരുടെ കൊച്ചി, അവരുടെ കുളം, അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നീ എന്നെ വിട്ടേക്കരുതോ? നന്ദി.